ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജുവാൻ പോളനിൽ പാളവം മാർത്തോമാ സഭ അംഗമാണ്. ജേർണി ടു ദ സ്ലാംസിൻ്റെ 221 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 119 49 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. 119 സങ്കീർത്തനം വേദപുസ്തകത്തിലെ സ്ഥിരമൊരു അധ്യായമാണ്. ഏറ്റവും ദൈർഘ്യമുള്ളതും ദൈവത്തിൻ്റെ വചനത്തോടുമുള്ള മഹത്വരമായ സ്നേഹം. അതിൻ്റെ സാഹിത്യ സൃഷ്ടി 8 വാക്യങ്ങൾ, ഇതുമുള്ള 22 ഖണ്ഡികകൾ മുതലായവ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകളാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആശ്വാസം എന്നാണ് ഈ വേദഭാഗത്തെ പ്രധാന ചിന്താവിഷയം. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും? 56-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കേണ്ടവരാണ്. അനുസരണം യാഗത്തേക്കാൾ വലിയതാണ്. അനുസരിക്കുന്നതിലൂടെ നമ്മിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും അവൻ ധാരാളം പകരുന്നു. 55-ാം വാക്യത്തിൽ പറയുന്നു: യഹോവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലോകം പാപത്തിൻ്റെ അന്ധകാരത്തിൽ മൂടിയിരിക്കുന്നു. വചനത്തെ മറക്കാതെ ഓർക്കുന്ന നമ്മിലേക്ക് പാപം കടന്നു വരാതെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മെ മറിച്ച് ന്യായപ്രമാണത്തെ ആചരിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു. 2 ചിന്തകളാണ് ഞാൻ പങ്കുവച്ചത്. 1, വചനം അനുസരിക്കുക; 2, വചനം ആചരിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ആശ്വസിക്കുവാൻ നമുക്ക് കഴിയും. പ്രാർത്ഥിക്കാം. കാരണവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ആമേൻ.